ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ, ശാലോം ടൈംസിൽ വായിച്ച ഒരു സംഭവം എന്നെ ചിന്തിപ്പിച്ചു. ഗൃഹനാഥൻ വരാൻ വൈകി. അമ്മയും മക്കളും പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. വളരെ വൈകിയാണ് ഒരു ഫോൺ കോൾ. മേജർ ആക്സിഡന്റ്, രക്തം വളരെ വാർന്നുപോയി. രക്തം നൽകുവാൻ സന്നദ്ധരായ ചിലരുമായി ഹോസ്പിറ്റലിലെത്തുക. സഹപ്രവർത്തകർ 3 പേർ രക്തം നൽകാൻ ഹോസ്പിറ്റലിലെത്തി. അമ്മയും മകനും ഉറക്കെ കരഞ്ഞുകൊണ്ട് തന്നെയാണ് വണ്ടിയിൽ യാത്ര ചെയ്തത്. അവർ ഉറക്കെ പ്രാർത്ഥിച്ചു, നഷ്ടപ്പെടുന്ന ഓരോ തുള്ളി രക്തത്തിനും യേശുവിൻ്റെ തിരുരക്തത്തിൻ്റെ ബലം ആ വ്യക്തിക്ക് നൽകണമേ. ഹോസ്പിറ്റലിലെത്തി. അത്ഭുതം, ഒരു തുള്ളി രക്തം പോലും കയറ്റാതെ ആ ഓപ്പറേഷൻ വിജയകരമായി നടന്നു. ക്രമേണ സൗഖ്യം പ്രാപിച്ചു. സങ്കീർത്തനം 72:12 നിലവിളിക്കുന്ന പാവപ്പെട്ടവനെയും നിസ്സഹായനായ ദരിദ്രനെയും അവിടുന്ന് മോചിപ്പിക്കും. നമുക്കും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കണ്ണീരോടെ പ്രാർത്ഥിക്കാം. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം നമുക്ക് ഉത്തരം തരും. അവിടുന്ന് നമ്മോടൊപ്പം സഞ്ചരിക്കുന്നു, നമ്മെ അനുഗ്രഹിക്കാൻ കാത്തു നിൽക്കുന്നു. ആമേൻ.